ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുകയാണ്. നമ്മുടെ പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ കൊല്ലമേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നു. അതൊക്കെ എങ്ങനെയാണ് സാറേ അങ്ങനെ കറക്റ്റ് വരുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു കൊല്ലമല്ലേ പഠിക്കുന്നത്, ഞങ്ങളിത് എത്ര കൊല്ലമായി പഠിപ്പിക്കുന്നത്, ആ ഒരു ഇതുകൊണ്ടാണ്. അപ്പോൾ ഈ കൊല്ലം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുമായിട്ടാണ് VJR വന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഒരേ പൊളിയായിട്ട് താഴെ വന്ന കുട്ടികളൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക. കാര്യം നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലൈക്കുകളാണ്. താഴെ കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് ഇടുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെ ഫീഡ്ബാക്കും കാണാറുണ്ട്. സാറുടെ യൂട്യൂബ് ചാനലുണ്ട്, അതിലൂടെ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കാണാറുണ്ട്. അപ്പോൾ ഉഷാറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ കമൻസിൽ വരിക, ഞാനും വരാവേ. അപ്പോൾ അടിപൊളിയായിട്ട് ഞാൻ റീപ്ലൈ ഒക്കെ തരാൻ നോക്കാം. കമൻസ് ഇടാൻ മറന്നു പോകരുത്. അപ്പോൾ ഏതാണ് പൊസിഷൻ, നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഇത് ഉറപ്പായിട്ടും ചോദിക്കും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് ആ ചോദ്യം വരിക എന്നുള്ളതൊക്കെ സാറ് പറഞ്ഞുതരാവേ. ഈ ചോദ്യം കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞിരുന്നു, മക്കളെ പഠിച്ചു വെച്ചോ, ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അതേ ടൈപ്പ് സാധനം വേറെ രീതിയിലാണ് അവർ ചോദിച്ചത്. അപ്പോൾ ആ രണ്ട് ചോദ്യവും നമുക്ക് എങ്ങനെ ഡിസ്കസ് ചെയ്യാൻ നോക്കാം അല്ലേ മക്കളെ. ചോദ്യം നോക്കിക്കേ, ഒരു വൃത്തത്തിൽ കേന്ദ്രകോൺ 25 ഡിഗ്രി ആയ ചാപനീളം 4 സെന്റിമീറ്റർ ആണ്. ഇതേ വൃത്തത്തിന്റെ കേന്ദ്രകോൺ 75 ആയാൽ ചാപനീളം എത്ര? ഞാൻ നിങ്ങളോട് കാര്യം പറയാം. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഈ ചാപ്റ്റർ ഏത് ചാപ്റ്റർ അറിയോ? പാർട്സ് ഓഫ് സർക്കിൾ, അതായത് വൃത്തഭാഗങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ കിടിലമായിട്ട് നല്ല പോലെ നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം. അതെന്താണ് ഈ ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇൻ എ സർക്കിൾ ഓഫ് സെൻട്രൽ ആംഗിൾ ആർക്ക് ലെങ്ത് 25 ആയപ്പോൾ 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 75 ആയ സമയത്ത് എത്രയാണ്? ഞാൻ സംഭവം എന്താണെന്ന് പറഞ്ഞുതരാവേ. അതായത് ഇവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഒരു ആർക്ക് ലെങ്ത്തിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആർക്ക് ലെങ്ത് എന്താണ്, ചാപ് നീളം എന്താണ്, ഓൾറെഡി നമ്മൾ ലൈവിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ അത് ഉണ്ടാവും ചെയ്യും. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടുത്തെ ചോദ്യത്തിൽ ഒരു സർക്കിളിന്റെ 25 ഡിഗ്രി ആകുന്ന സമയത്ത് അതിന്റെ ആർക്ക് ലെങ്ത് എത്രയാണ്? 4 സെന്റിമീറ്റർ എന്നാണ്. ഇത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതിലുള്ളൂ. എ ചോദ്യം കാണാൻ സിമ്പിളാണ്. അതായത് ഇപ്പൊ നോക്ക്, 25 ഡിഗ്രി ആവുമ്പോൾ 4 സെന്റിമീറ്റർ ആണെങ്കിൽ 75 ഡിഗ്രി ആവുമ്പോൾ എത്രയാണ്? കടാ 25 ആവുമ്പോൾ നോക്ക്, 25 ഡിഗ്രി ആവുമ്പോൾ 4 സെന്റിമീറ്റർ ആണ് ആർക്ക് ലെങ്ത് എങ്കിൽ 75 ആകുമ്പോൾ എത്രയാണ്? സിമ്പിളാണ്. എടാ 25 3 പ്രാവശ്യം വെക്കുമ്പോൾ അല്ലേ 75 ആവുക? ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ 25 എന്നാലല്ലേ ഈ 75 കിട്ടുക. അപ്പൊ അതേപോലെ ഒരു 4 അപ്പൊ ആ 3 പേർക്കും കൂടെ 4 കൂട്ടി കൊടുക്കണ്ടേ? അപ്പൊ 4 കൂടെ കൂട്ടി എത്രയാടാ? നമ്മുടെ ഉത്തരം 12 സെന്റിമീറ്റർ ആയിരിക്കും. സിമ്പിൾ സാധനമാണ്. ഈ ഒരു ലോജിക്ക് പഠിച്ചു വെക്കുക. അല്ലാണ്ട് നിങ്ങൾ ഒരുപാട് വേറെ വഴിയിലൂടെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ പോരെ, ആൻസർ ഉണ്ട്, സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആരം ഇതിന്റെ 1.5 മടങ്ങായ വൃത്തത്തിൽ കേന്ദ്രകോൺ 75 ആയ ചാപനീളം എത്ര? ഇവർ പറയാണ് കേന്ദ്രകോൺ 75 ഡിഗ്രി തന്നെയാണ്, ആരം 1.5 മടങ്ങ്, ഇതിന്റെ 1.5 മടങ്ങ്. അതായത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി? സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും ഇല്ല. സർക്കിൾസ് വിത്ത് റേഡിയസ് 1.5 ടൈംസ് ദി സർക്കിൾ, അതായത് 1.5 മടങ്ങ് ഇതിന്റെ ഇരട്ടിയാണ് റേഡിയസ് എങ്കിൽ. അപ്പൊ ഞാനൊരു കാര്യം കാണിച്ചത് നിങ്ങൾക്ക്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ സർക്കിൾ എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ സർക്കിൾ എന്ന് വിചാരിക്കുക. ഇപ്പൊ നിലവിൽ ഇതിന്റെ റേഡിയസ് ഇത്ര ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞതാ 75 ഡിഗ്രി ആണ്. 75 ഡിഗ്രി ആണ് ഇതിന്റെ സെൻട്രൽ ആംഗിൾ. അവർ പറയാണ് റേഡിയസ് ഇപ്പം ആരം ഇത്രയുള്ളത്, അത് 1.5 മടങ്ങ് ആവുമ്പോൾ, അതായത് ഇതിപ്പോ നിലവിൽ റേഡിയസ് എത്രയാ? നിലവിൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടൊന്നുമില്ല, എത്രയാണെന്ന് തന്നിട്ടൊന്നുമില്ല. പക്ഷെ നിലവിൽ ഇതിന്റെ ചാപനീളം, ആർക്കിന്റെ ലെങ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 75 ആവുമ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 75 ആവുമ്പോൾ 12 ആണ്. നിലവിൽ 12. ഞാനത് കാണിച്ചു തരട്ടെ, ലോജിക്ക് പഠിച്ചിട്ടേ അതിൽ പോകാൻ പറ്റൂ. നിലവിൽ 12. അതായത് 75 ആവുമ്പോൾ 12 ആണെന്ന് പഠിച്ചു. 25 4 75 12 അങ്ങനെ കിട്ടി. അതേപോലെ ആ സമയത്ത് ആരം, ഇപ്പൊ നിലവിൽ റേഡിയസ് ഇത്ര ഉള്ളത്, ആരം 1.5 മടങ്ങ് പറഞ്ഞാൽ കുറെ കൂടൂലേ, കുറെ കൂടിയിട്ട് ഇങ്ങനെ വരൂലേ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ആംഗിൾ മാറുന്നില്ല, പക്ഷെ ഈ ആർക്കിന്റെ ലെങ്ത് അതിനനുസരിച്ച് ചേഞ്ച് ആവൂലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ റേഡിയസ് 1.5 മടങ്ങ് ചേഞ്ച് ആവുമ്പം ആ റേഡിയസിന്റെ കൂടെ തന്നെ ആ എന്ത് മടങ്ങ് ഒന്നുകൂടെ പറയാം. എടാ റേഡിയസ് 1.5 മടങ്ങ്
1.5 കൂടുന്ന സമയത്ത് തന്നെ നമ്മുടെ നോക്ക് ഇതാ റേഡിയസ് ഇതാ കുറച്ച് കൂടി 1.5 മടങ്ങ് കൂടി. നമ്മുടെ സർക്കിൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഇതാണ് ഇത് മാറുന്നില്ല. പക്ഷെ ഈ ആർക്ക് ലെങ്ത് ചാപത്തിന്റെ നീളം അതിനനുസരിച്ച് അത്രയും മടങ്ങ് കൂടും. അതാ ലോജിക്ക്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 1.5 മടങ്ങ് കൂടാണെന്നാ പറഞ്ഞത്. ഇപ്പൊ നിലവിൽ 12 സെന്റിമീറ്റർ ആണ് 75ന്റെ ആർക്ക് ലെങ്ത്. അപ്പൊ 1.5 മടങ്ങ് കൂടാന്ന് പറയുമ്പോൾ ഈ റേഡിയസ് 1.5 മടങ്ങ് കൂടാ പറയുമ്പോൾ 1.5 × 12 ഗുണിക്കുക ചെയ്യാം. കാര്യം അത്രയും മടങ്ങ് കൂടുമ്പോൾ അത്രയും ആർക്ക് ലെങ്ത് കൂടും കേട്ടോ. അപ്പൊ 1.5 × 12 എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ഒഴിവാക്കിയൊക്കെ കുഞ്ഞോനെ 15ഉം 12ഉം ഗുണിക്കുക. 15ഉം 12 180 ആണേ. പക്ഷെ ഒരു പ്ലേസ് മാറി പോയിന്റ് ഉണ്ട്. അപ്പൊ 18 സെന്റിമീറ്റർ ആയിട്ട് മാറും. 1.5 മടങ്ങാവുമ്പോൾ ഒരേ പൊളി സെറ്റ് 18 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ ഇത് കിട്ടും. അതാണ് അതിന്റെ ഒരു ലോജിക്. അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ആ ഒരു ഐഡിയ നിങ്ങൾ എപ്പോഴും തലയ്ക്കകത്തേക്ക് കയറ്റി വെച്ചോളുണ്ട് കേട്ടോ. ഞാൻ ആ ചോദ്യം നിർത്തി. പക്ഷെ ആ ചോദ്യം പോലെ തന്നെ ഞാൻ പറഞ്ഞു മക്കളെ, അത് ചോദിക്കും എന്ന് പറഞ്ഞിട്ട് അടുത്ത കൊല്ലം കഴിഞ്ഞ കൊല്ലം ചോദിച്ചൊരു ചോദ്യമാണ് ഇത്. അപ്പൊ അടിപൊളിയായിട്ട് ഈ ചോദ്യം കൂടെ ഒന്ന് നോക്കിക്കേ. ഒരു വൃത്തത്തിൽ കേന്ദ്രകോൺ 80 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം 12 സെന്റിമീറ്റർ ആണ്. ഇതേ വൃത്തത്തിൽ കേന്ദ്രകോൺ 20 ഡിഗ്രി ആയ ചാപത്തിന്റെ നീളം എത്ര? എടാ സെയിം കോൺസെപ്റ്റ് അല്ലേ വന്നത്. നേരെ തിരിച്ച് കുറച്ച് ട്വിസ്റ്റിംഗ് ഉണ്ടെന്നേ ഉള്ളൂ അല്ലെ. അടിപൊളിയായിട്ട് നോക്ക്. ഇൻ എ സർക്കിൾസ് ദ ലെങ്ത് ഓഫ് എൻ ആർക്ക് സെൻട്രൽ ആംഗിൾസ് 80 ആയപ്പോൾ 12 ആണ്. ആൻഡ് ദെൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ആർക്ക് സെൻട്രൽ ആംഗിൾ 20. അതായത് ഞാൻ പറഞ്ഞുതരവേ, 80 ഡിഗ്രി ആയപ്പോൾ ഇവർ പറയുന്നത് 80 ഡിഗ്രി ആയപ്പോൾ 12 സെന്റിമീറ്റർ. അങ്ങനെയാന്നേൽ ഇവർ പറയാണ് 20 ഡിഗ്രി ആയപ്പോൾ എത്രയാണ് ആർക്ക് ലെങ്ത് ചാപനീളം. എടാ നേരത്തെ 25 ആയപ്പോ 4 എന്ന് പറയുമ്പോൾ 25 ആയപ്പോ 3 4 ഇങ്ങനെ കൂട്ടി അത്ര 12 ആക്കി. അതേപോലെ ഇവിടെ നോക്ക്, 80 ഉള്ളത് 12 ആണ്. ഈ 80ഉം 20ഉം തമ്മിൽ ബന്ധമുണ്ട്. എന്താ ബന്ധം? ഇത് 80നെ ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 കിട്ടും അല്ലെ. അതേ 4 വഴി ഡിവൈഡ് ചെയ്താൽ പോരെ. 12/4 എത്രയാ? അപ്പൊ 20 എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ഒരേ പൊളി എന്ത് നമ്മുടെ ആർക്കിന്റെ ലെങ്ത്. 20 ആകുന്ന സമയത്ത് ആർക്കിന്റെ ലെങ്ത് 3 ആണ്. ഇതേപോലെ തന്നെ അടുത്ത ചോദ്യം നോക്ക്. നേരത്തെ 75 ആവുകയും വേണം, അതിന്റെ 1.5 മടങ്ങ് റേഡിയസ് ആണെങ്കിൽ ആർക്ക് ലെങ്ത് എന്താണെന്നാ നേരത്തെ ചോദിച്ചത്. പക്ഷെ ഇവിടെ നോക്ക്, ഈ 20ന്റെ ആർക്ക് ലെങ്ത് നമുക്ക് കിട്ടി, 3 ആണെന്ന് കിട്ടി. ആ 3 ആകുന്ന സമയത്ത് എത്രയാണ്? 3 ആണ്. 20 ആയപ്പോൾ 3 ആണ് ആർക്ക് ലെങ്ത് അല്ലെ. നിലവിൽ ആർക്ക് ലെങ്ത് എത്രടാ? ചാപനീളം നിലവിൽ 3 ആണ് നിലവിൽ. അതായത് 20 ഡിഗ്രി കേന്ദ്ര കോണുള്ള സമയത്ത്, സെൻട്രൽ ആംഗിൾ ഉള്ള സമയത്ത് 3 സെന്റിമീറ്റർ ആണ് നമ്മുടെ ആർക്ക് ലെങ്ത്. പക്ഷെ ഇവിടെ റേഡിയസ് കൂടുന്നതിനനുസരിച്ച് അത്രയും ടൈംസ് നമ്മുടെ ആർക്ക് ലെങ്ത് ചാപനീളം കൂടും കേട്ടോ. അതായത് എത്ര ടൈംസാ? 1.5 1.5 മടങ്ങ് കൂടി. അതായത് ആരം 1.5 മടങ്ങ് കൂടുക എന്ന് പറഞ്ഞാൽ ഈ ആർക്ക് ലെങ്ത് 1.5 മടങ്ങ് കൂടും. അതാണ് മീനിങ് കേട്ടോ. അപ്പൊ 3 × 1.5 3 1.5 എങ്ങനെയാടാ? പോയിന്റ് വെക്കാം 15. ഈ പോയിന്റ് കളയാ 15 3 എത്രയാ? 15 3 15 45. അപ്പൊ 45 ചെയ്തത് ഇവിടെ ഒരു പോയിന്റ് മാറ്റി പോയിന്റ് ഇതിടണം കേട്ടോ, സ്ഥാനം മാറ്റി. അപ്പൊ 4.5 ആയിരിക്കും. അപ്പൊ 1.5 മടങ്ങ് റേഡിയസ് ആരം കൂടുമ്പം അതിനനുസരിച്ച് തന്നെ നമ്മുടെ ആർക്ക് ലെങ്ത് ചാപനീളം കൂടും എന്നുള്ളതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതും നമ്മൾ കിടിലമായിട്ട് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ തന്നെ എപ്പോഴും ഇതാകണമെന്നൊന്നുമില്ല. നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ വേറെ സാധനങ്ങളൊക്കെ വീണ്ടും തരാം. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ചെറിയൊരു ക്ലാസ്സാ അല്ലേ? അപ്പൊ അടിപൊളിയായിട്ട് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ കമൻസ് വായിക്കും. ഉറപ്പായിട്ടും താഴെ കമൻസിൽ നിങ്ങൾ ലൈക്ക് ഇടണം, താഴെ ലൈക്ക് ഇടണം, ഫീഡ്ബാക്ക് ഇടണം. കാര്യം അത്രയും എഫേർട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കമൻസ് കാണാതിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സങ്കടം. എന്താ ഇടാത്തെ. പിന്നെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ സാറോട് നേരിട്ട് തന്നെ പറയാം. ഞാനും എന്ത് ചെയ്യാം, നിങ്ങളുടെ കമൻസിൽ വരാം. അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സാറുമാർ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ എഫേർട്ടിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. എക്സാം കഴിഞ്ഞ സാറോട് നേരിട്ട് പറയാം. സാറിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയോ താഴെ കമൻസിൽ സാറ് യൂട്യൂബ് ചാനലിലൂടെയോ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് പറയാം. ഒരേ പൊളിയായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണും വരേക്കും. ഇറ്റ്സ് മീ വിദ്യാർ ഫ്രം സൈലം ലേണിംഗ്സ്. ബൈ.